ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് നമ്മുടെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാട്ടോ. ഫ്രഷേഴ്സ് ഡേ ഒക്കെ ആയതുകൊണ്ട് രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് പോയി ഒരു ട്രാൻസിഷൻ ആയാലോ. മോയ്സ്ചറൈസർ ആയിട്ടോ ഞാൻ ഇടുന്നത്. ഇതിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കും. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ഈ മോയ്സ്ചറൈസർ ഒന്നും ഞാൻ ഇടാറില്ല. രാത്രി ഉറങ്ങുമ്പോഴാണ് കൂടുതലും മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്നത്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിക്കണ്ടേ, അതുകൊണ്ടാട്ടോ. കൂടുതലും ഞാൻ സൺസ്ക്രീൻ മാത്രമാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇടാറ്. ഞാൻ പുതിയ സൺസ്ക്രീൻ മേടിച്ചേ. ഇതിന്റെ റിവ്യൂ ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായതേ ഉള്ളൂ. മോയ്സ്ചറൈസർ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കിൽ എല്ലാവരും തകൃതി പിടിച്ച് ഒരുക്കുക. എല്ലാവരും ഭയങ്കര ധൃതിയിലാണ് ഗൈസ്. ഞാനാണ് ഏറ്റവും അവസാനം ഒരുങ്ങുന്നത്. കാരണം ഞാനിങ്ങനെ താങ്ങി തൂങ്ങിയിരുന്നു. വീഡിയോ റീൽസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. സമയമുണ്ടല്ലോ ഇനി വെറും 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണമെന്ന് മാം അവിടെ നിന്ന് പറഞ്ഞു. കുറച്ച് കൺസീലർ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. കൺസീലർ ഇങ്ങനെ, കാരണം നമ്മള് രാത്രി ഭയങ്കര പഠിത്തമാണല്ലോ. അപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ കറുത്തു പോയി. പഠിത്തമൊന്നും അല്ല ഗൈസ്. ഇതിങ്ങനെ കൈ വെച്ച് നമുക്ക് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രഷോ മറ്റേ സ്പോഞ്ച് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ കൈ വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ കൊടുത്താൽ മതി. കൺസീലർ, എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. കാരണം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വീർത്തായിരിക്കുന്നത്. പക്ഷെ കൺസീലർ എന്ന് പറഞ്ഞാൽ കണ്ണല്ലേ, ഇത് കരയുമ്പോഴേ പോത്തുള്ളൂ. പക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ പോത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നില്ല. കൺസീലർ മാത്രം കുറച്ചിട്ട് കൊടുത്തു. പൗഡർ, എൻ്റെ പൗഡറായിട്ടോ ഇത്. ഞാൻ പണ്ട് മുതലേ എനിക്ക് എൻ്റെ അമ്മ ഇട്ട് തരുന്നൊരു പൗഡറാണ് ഇത്. ഇത് തന്നെയാട്ടോ ഞാൻ കോമ്പാക്റ്റ് ആയിട്ടും എല്ലാമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് കണ്ണിൻ്റെ മണ്ടയിൽ ഇട്ടു കൊടുക്കും. ഞാൻ ഫേസിൽ ഫുള്ള് എപ്പോഴും പൗഡർ ഇടാറില്ല. കാരണം ഫേസിൽ ഫുള്ള് പൗഡർ ഇടുമ്പോൾ ഇതേപോലെ തന്നെ വീർക്കുമ്പോൾ ഒലിച്ചിങ്ങി വരും. അങ്ങനെ ഇതാ ബിക്കോസ് അതിൻ്റെ സാധനമൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ എടുത്തോണ്ടെങ്കിൽ പോയിരിക്കും. ഇതാട്ടോ എൻ്റെ പൗച്ച്. ഞാൻ ഈ പൗച്ച് ഇപ്പോഴാണ് എനിക്ക് കണ്ടുപിടിച്ച് കിട്ടിയത്. കാരണം ഇത് ആരുടെയൊക്കെ കയ്യിലായിരുന്നു. നമുക്കിനി കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇത് ഹിമാലയയുടെ ലിപ് ബാം ആട്ടോ. ഇത് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാ. ഈ ലിപ് ബാം അടിപൊളിയാണ്. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ഇടുന്ന വീഡിയോ വിട്ടുപോയി. ഞാൻ ക്യാമറ ഓഫ് ആയിരുന്നു. കാരണം ഞാൻ ഇത് ഒരു ബുക്കിൻ്റെ മണ്ടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ താഴെ വീഴുമ്പോൾ ക്യാമറ ഓഫ് ആവും കേട്ടോ. അതുകൊണ്ട് ചില ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവാം കേട്ടോ. എന്നോട് ക്ഷമിക്കണേ. ഈ ഒരു പൗച്ചിൽ അങ്ങനെ ഒത്തിരി ഒന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ ഈ പൗച്ചിൽ ഇട്ടിട്ടുള്ളൂ. അതാകുമ്പം എടുക്കാൻ എളുപ്പമാണല്ലോ. ഇനി നമുക്ക് എൻ്റെ മെയിൻ ഐറ്റം ഐബ്രോ. എനിക്ക് പിരികമില്ല. ഞാൻ ഒരു പിരികം അധികം ഇല്ലാത്തൊരു കൊച്ചാ. അപ്പം നമുക്ക് പിരികം കുറച്ച് വരച്ചു കൊടുക്കാവേ. വരച്ചു കൊടുക്കാൻ മതി. കാരണം ഈ അറ്റത്ത് എൻ്റെ ഇവിടെ ആട്ടോ പിരികം ഇല്ലാത്ത. അപ്പം ഇവിടെ മാത്രം കുറച്ച് വരച്ചു. ഇനി നമ്മുടെ എന്നും എഴുതുന്ന ഡാസ്ലർ ഇതാട്ടോ എഴുതി കൊടുക്കുന്നത്. ഇത് വെച്ചിട്ടാട്ടോ എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. പുതിയതായിട്ട് കാണുന്നൊന്നും ഞാൻ ട്രൈ ചെയ്യത്തില്ല. എന്തോ പണ്ട് മുതലേ ഉപയോഗിച്ച സംഭവങ്ങൾ തന്നെയാട്ടോ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ലൈറ്റായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ. താഴെ ഞാൻ എഴുതുന്നില്ല. എനിക്ക് താഴെ എഴുതുമ്പോൾ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും എൻ്റെ ഫേസ്. എങ്ങനെയുണ്ട്? ഇനി മെയിൻ ഐറ്റം, ഇതും ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. എനിക്കെന്തോ പണ്ട് മുതലേ യൂസ് ചെയ്ത സംഭവം ഇത് മാറ്റാൻ തോന്നത്തില്ല. ഇതിലും നല്ല സംഭവങ്ങൾ വരുമായിരിക്കും. പക്ഷെ എനിക്കെന്തോ വേറെ സംഭവം ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് മെയിൻ സംഭവം. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതൊരു 2 ലെയർ വരയ്ക്കണേ. അടിപൊളിയായിട്ട് ഐലാഷസ് എടുക്കും കേട്ടോ. താഴെ മസ്കാര എഴുതി കൊടുക്കുന്നത് ഭയങ്കര ടാസ്കാണ്. കാരണം എപ്പോഴും ഞാൻ മസ്കാര എഴുതുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്ത് കുത്തു കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ്. ഇനി ഞാൻ എന്നും ഇടുന്ന എൻ്റെ ബ്ലഷ് ജസ്റ്റ് വെബ്സിൻ്റെ ആയിട്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലഷ് എവിടുന്നതാണ്. ഇതും ജസ്റ്റ് വെബ്സിന്ന് എനിക്ക് സ്മിത്തണിന്ന് ഫ്രീ കിട്ടിയതാട്ടോ ഈ ബ്ലഷ്. സ്മിത്തണ ആപ്പില്ലേ അതിന് ഇങ്ങനെ ചുമന്നിരിക്കട്ടെ. നല്ല സ്ഥലം ചുമന്നിരിക്കട്ടെ. ക്യാമറയിൽ എനിക്ക് ഓവറായിട്ട് തോന്നിക്കും കേട്ടോ ബ്ലഷ്. പക്ഷെ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇത്ര തോന്നിക്കുന്നില്ല. ഓവറാണോ?
ഇനി നമുക്ക് ഹൈലൈറ്റർ. ഇത് ഇൻസൈഡിന്റെ ഹൈലൈറ്റർ ആട്ടോ. ഇതിന് 99 rupees ആട്ടോ വരുന്നത് ഈ ഹൈലൈറ്ററിന്. ഇത് അടിപൊളി ആട്ടോ ഈ റേറ്റിന്. നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ഈ ഹൈലൈറ്റർ നോക്കി ഇവിടെ ഇങ്ങനെ ഇത്തിരി, മൂക്കിൽ ഇത്തിരി, ഇവിടെ ഇത്തിരി. ഇത് ഞാൻ ഡെയിലി മേക്കപ്പിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു തിളക്കം. ഇത് നമ്മൾ വെയിലത്ത് കിടക്കുന്ന നല്ല തിളക്കം ആട്ടോ ഈ ഹൈലൈറ്റർ ഐറ്റം. നമ്മുടെ ലുക്കേ മാറ്റുന്ന ഒരു ഐറ്റം ആട്ടോ ഈ ലിപ്സ്റ്റിക്ക്. നമ്മൾ ഈ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഞാൻ ഈ സ്നഗിൾസ് എൻവൈബയുടെ സ്നഗിൾ സീക്രട്ട് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആട്ടോ ഇടുന്നത്. ഇതും ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്ത്. ഞാനാണെങ്കിൽ ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ പെട്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സ്നഗിൾ സീക്രട്ടിന്റെ പെട്ടി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ പാക്കിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അധികമൊന്നും ഇടുന്നില്ല, കുറച്ച്. ഇത്രേ ഉള്ളൂ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒരു പൊട്ടിടുക, അത്ര തന്നെ. കുറച്ച് കമ്മൽ ട്രൈ ചെയ്യാം. ഞാൻ ഈ ഒരു കമ്മലും എടുത്തു, ഈ ഒരു കമ്മലും എടുത്തു. ഏതാ ഇഷ്ടപ്പെട്ടെ? കുഞ്ഞതല്ലേ? ഇതല്ലേ? ഇതിട്ട് കൊടുക്കാം. ഇതോട് പറഞ്ഞ ഇതാട്ടോ. എനിക്കൊരു പ്രശ്നമുണ്ടേ. ഇപ്പൊ വന്നിട്ട് എനിക്ക് ഫോണിന്റെ മുന്നേ ഇരുന്നാ പലാന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നെ ഇപ്പൊ സെമിനാറിനോ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ടോപ്പിക് എന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാനവിടെ പോയി മിണ്ടാതെ ഇരിക്കും. പക്ഷെ ഫോണിന്റെ മുന്നിൽ വന്ന് ഇരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആരെങ്കിലും നേരിട്ട് വന്നാൽ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മെയിൻ ഐറ്റം ഹെയർ സ്റ്റൈല്. എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ക്ലിപ്പ് ഇട്ടങ്ങ് ഇറങ്ങും. ഇട്ടില്ല, പൊട്ടിട്ട് കൊടുക്കാവേ. ഈ ഒരു കൊച്ചു പൊട്ടാട്ടോ ഞാൻ ഇടുന്നത്. നമുക്ക് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിപ്പേ ഇടുന്നുള്ളൂ ഞാൻ. കാരണം എൻ്റെ മുടി ഉണങ്ങിയില്ല, കെട്ടാനാണേലും. ഉണങ്ങിയാൽ തന്നെ ഞാൻ കെട്ടാറില്ല, ചുമ്മാ ഒരു ക്ലിപ്പാണ് എപ്പോഴും ഇടാറ്. ഇനി നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് ക്ലിപ്പിട്ടിട്ട് വരാം. ഗൈസ്, അപ്പം മേക്കപ്പ് കഴിഞ്ഞു. ഗൈസ്, ഇനി ഒരു മെയിൻ ഐറ്റം ഉണ്ട്. അത് നമ്മുടെ ഷാളാണ്. നമ്മൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ചുരിദാർ ഇടണം. അങ്ങനെയാണ് ഞങ്ങളിവിടെ. നമുക്ക് ചുരിദാർ ആയിരിക്കണം. ഫ്രഷേഴ്സ് ഡേ പാർട്ടി എല്ലാവരും നമ്മൾ ചുരിദാറാണ് ഇടുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. അപ്പൊ നമുക്ക് ഷോളും കൂടി ഇടാം. ഗൈസ്, എങ്ങനെയുണ്ട് എന്റെ ഓവറോൾ ലുക്ക്? സിമ്പിൾ അല്ലേ? ഓവർ ഒന്നും അല്ലല്ലോ. ഞാൻ ഈ ഒരു വാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര അലപ്പാ റൂമില്. എന്തെങ്കിലും എന്റെ യൂട്യൂബ് ഫാമിലിയോട് പറയാം. ഗൈസ്, ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങള് എന്തെങ്കിലും സംസാരിച്ച്, നമ്മൾ പഠിത്ത കാര്യം എന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത്. ലാസ്റ്റ് സംസാരിച്ച് ഞങ്ങൾ എവിടെ വന്നിരിക്കും? മെയിൻ അതാണ്. ഞങ്ങൾക്ക് രണ്ടുപേരും എന്റെ അതേ വൈബ്. ഇവക്കും ഭയങ്കര ഉയർന്ന ചിന്താഗതിയാണ്, എനിക്കും ഭയങ്കര ഉയർന്ന ചിന്താഗതിയാണ്. സ്ട്രോബറി ഉണ്ടോ? എനിക്ക് കാര്യം പറഞ്ഞത്, നമ്മൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പൊ ഇങ്ങനത്തെ കോളേജിൽ ഇങ്ങനത്തെ ഫ്രഷേഴ്സ് പരിപാടിയൊക്കെ വരുമ്പോ ഇതൊക്കെ വലിയ സംഭവമാണ്. കാരണം +2-ലൊന്നും കിട്ടിയില്ല. ഇപ്പോഴത്തെ +2 പിള്ളേരൊക്കെ ടൂറൊക്കെ പോകുന്ന കാണുമ്പോൾ കൊതിയാവുക. കാരണം ഞാൻ കൊറോണ ബാച്ച് ആയതുകൊണ്ട് എനിക്ക് ടൂറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളെങ്കിലും എൻജോയ് ചെയ്യും. എന്നെ പോലത്തെ കൊറോണ സമയത്ത് +2 പഠിച്ചവര് കമന്റ് ബിലോ. നമുക്കെല്ലാം അറിയൂടെ ആ +2 ലൈഫ് കിട്ടാത്ത ഒരു സങ്കടം. എന്റെ സ്ഥിരം ബാഗ്. ഇത് എവിടുന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കുറെ പേര്. ഇത് മീഷോന്ന് മേടിച്ച കേട്ടോ ഞാൻ ഈ ബാഗ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പൊ കോളേജ് ബസ്സിലാട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് ക്യാമ്പസിലോട്ട് പോവും. അവിടെയാണ് പ്രോഗ്രാം. ഇവിടെ ഇപ്പൊ ഭയങ്കര റഷാണ് ഗൈസ്. അപ്പോൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കോളേജിൽ എത്തിയിട്ട് കാണാം. നല്ല ഭംഗിയുണ്ടല്ലേ വെയിലത്ത്. യെസ്, നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ടാട്ടോ പോകുന്നത്. ഭയങ്കര ഫുഡ് കഴിക്കാനാട്ടോ പോകുന്നത്. എന്താ അറിഞ്ഞൂടാ. ഫുഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു വൈബാണ് അല്ലേ? എല്ലാത്തിനും ഒരു വൈബാണ് നമ്മള് രണ്ടുപേർക്ക്. ഫുഡ് അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മെയിൻ മന്തിയാണ് മെയിൻ. മന്തിയൊന്നും ഇവിടെ കിട്ടത്തില്ല. എനിക്ക് കോളേജിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ആട്ടോ ക്യാൻറ്റീന്. അപ്പൊ ആദ്യം അങ്ങോട്ട് തന്നെ ആട്ടോ പോയത്. ഇന്ന് പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് ക്യാൻറ്റീനിലെ ചൂടോടെ പഴംപൊരിയും പരിപ്പുവടയും ഉഴുന്നുവടയും ഒക്കെ ഇടുന്നുണ്ടായിരുന്നേ. ഞങ്ങള് നാരങ്ങ വെള്ളവും പഴംപൊരിയും പരിപ്പുവടയും ഒക്കെ മേടിച്ച് ആരും ഇല്ലാതെ മാറി വന്നൊരു സ്ഥലത്ത് നിന്ന് കഴിക്കായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ ക്യാൻറ്റീനിൽ വന്നിട്ട് എങ്ങനെയാ ഒന്നും കഴിക്കും.
കഴിക്കാതിരിക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ. പച്ച പച്ച എല്ലാടും പച്ച ബസ്സൊക്കെ കാണാം. ഇവിടെ നോക്കിക്കേ, എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും കോളേജിൽ ഒരു വാഴയുണ്ട്. എന്നോട് അവളുമാര് പറഞ്ഞു കുറച്ചു നേരം ഈ വെയിലത്ത് വന്ന് നിൽക്കി, കുറച്ച് നല്ല സൺകിസ് ഫോട്ടോ എടുത്തു തരാമെന്ന്. സൺകിസ് ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് കുറച്ചു നേരം ആ വെയിലത്ത് പോയി നിന്നു. സൺകിസ് ഫോട്ടോ കിട്ടിയില്ലെങ്കിലും കുറച്ച് സൺസ്ലാബ് ഫോട്ടോ എങ്കിലും കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് മാറി ഒരു സ്ഥലത്ത് വന്നിരിക്കാട്ടോ. 5 മണിയൊക്കെ ആവട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇവിടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരിപ്പുവടയും ചായയും കൊടുക്കുന്നുണ്ടായിരുന്നേ. വെറുതെ ക്യാൻറ്റീനിൽ പോയി വെറുതെ പൈസ കളഞ്ഞു. ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയില്ലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് ഫ്രഷേഴ്സിന്റെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. പാട്ട് കേട്ടാ പിന്നെ പറയണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് തുള്ളാൻ തോന്നി. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഈ വട്ടം എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല. അടുത്ത വട്ടം ഞങ്ങൾ ഡാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. നൈറ്റ് ആട്ടോ DJ. അപ്പൊ അതിന് മുന്നേ ഫുഡ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഫുഡ് ഇന്ന് ബൊഫേ ആട്ടോ. ഇവിടെ നോൺ വെജും വെജും ഉണ്ട്. ഞാൻ വെജ് കഴിക്കത്തില്ല, എനിക്ക് വെജ് ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തോട്ടേ നോക്കാൻ പോയില്ല. ഞാൻ കുറച്ച് സാധനം എടുത്തോളേ, ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും സാലഡും പായസവും പിന്നെ കുറച്ച് ഐസ്ക്രീമും. ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ട് പറയുമായിരുന്നു, എന്നും ഹോസ്റ്റലിൽ ഇങ്ങനത്തെ ഫുഡ് തന്നായിരുന്നെങ്കിൽ, എന്നും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ തന്നായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. കോമഡി അതല്ല, രാവിലെ മുതൽ ഞാൻ ഷുഗർ കട്ടായിരുന്നു കേട്ടോ. പായസവും ഐസ്ക്രീമും കണ്ടപ്പോ ഷുഗർ കട്ടൊക്കെ അങ്ങ്. പായസവും ഐസ്ക്രീമും ഒക്കെ മുന്നിൽ കൊണ്ട് വെക്കുമ്പം ആരാടാ ഷുഗർ കട്ടൊക്കെ എടുക്കുന്നത്. ഫുഡെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറങ്ങോട്ട് നിറഞ്ഞു. ഇനി ആട്ടോ DJ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പിന്നെ തറയിലൊന്നും അല്ലല്ലോ നിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോഴോ ബെഡിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കാൻ വയ്യായിരുന്നു. അപ്പൊ ഇന്നേക്ക് അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.